വി.കെ. പ്രശാന്ത് അദ്ദേഹം തന്നെയാണ് മികച്ച പ്രതിനിധിയാണ്. നല്ല മറുപടി കൊടുത്തു. ബി.ജെ.പി കാണാൻ പോലുമില്ല. പിന്നെ ഇന്നലെ പറഞ്ഞ മേയറുടെ വർത്തമാനം പോലും ഇന്നില്ല, അങ്ങ് താന്നുപോയി. അത് അദ്ദേഹം മികച്ച പ്രതിനിധിയാണ്. മേയറായിരുന്നപ്പോഴും അത് തന്നെ കഴിവ് തെളിയിച്ച ഒരാൾ തന്നെയാണ്. സർക്കാരിൻ്റെ നല്ല പദ്ധതികളിലൊന്ന് സ്മാർട്ട് സിറ്റി. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നോക്കുക, റോഡ് എന്തെല്ലാം വികസനം വന്നു. ആരെയും കുറ്റം പറയുന്നില്ല, മുമ്പിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നോ? ഇല്ല. ഈ സർക്കാരായതുകൊണ്ടാണ് ഇത് ഇവിടം വരെ എത്തിച്ചത്. പിന്നെ ഇപ്പോഴുള്ള ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ മേയർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം കേരളത്തിൻ്റെ ഭരണം പുള്ളിയുടെ അടുത്താണ് എന്നൊരു തോന്നലിലാണ് പുള്ളി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞത്. അതൊന്നും നടക്കില്ല. ബസ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ വർത്തമാനം പോലും ഇല്ല, ആ പദ്ധതി പോലും ഇല്ല എന്ന് പറഞ്ഞു. അതങ്ങ് മതിയാക്കി. ഇത് തന്നെയാണ്. അതുകൊണ്ട് LDF തന്നെയാണ് മുൻതൂക്കം കാര്യങ്ങൾക്ക്. മോശം പ്രതിനിധി LDF ആരുമില്ല. LDF എന്ന് പറഞ്ഞാൽ എല്ലാം റൂട്ട് കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. മോശം പ്രതിനിധി ഇപ്പം തന്നെ ബസ്സിന് ഈ സ്മാർട്ട് സിറ്റി ഈ ബസ്സിൻ്റെ ഇതിൽ പൈസ കൊടുക്കാത്ത MLA മാരുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ട്. വിൻസെൻ്റ് 1 രൂപയും അതിൽ ബസ്സിൻ്റെ ഇതിലേക്ക് കൊടുത്തിട്ടില്ല. അദ്ദേഹവും എതിരായിട്ട് സമരം ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹവും ഉണ്ട്. ബസ് ഞങ്ങളുടെ റൂട്ടിൽ വിട്ടു തരുന്നില്ല എന്ന് പറയാനൊക്കെ അദ്ദേഹവും ഉണ്ട്. 1 രൂപ പോലും ഈ ബസ്സിൻ്റെ ഇതിൽ വേണ്ടിയിട്ട് ഈ MLA ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും അദ്ദേഹം കൊടുത്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, മന്ത്രി പറഞ്ഞതാണ്. കൊടുത്തിട്ടില്ല. സമരം ചെയ്യാനും എതിര് പറയാനും അവരൊക്കെ ഉണ്ട്. കോൺഗ്രസ്സുകാർ തന്നെയാണ് മുന്നിൽ. ഈ മോശം പ്രതിനിധി എന്നുള്ള ഇതിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ മുന്നേ ഉണ്ട്. അവർ തന്നെയാണ്. മാങ്കൂട്ടത്തിന് അയാളൊരു നമ്മൾ പ്രതിനിധിയായിട്ട് കൂട്ടേണ്ട കുറച്ച് ദിവസത്തേക്കും കൂടെ ഈ 3 മാസം കൂടെയൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും പിന്നെ ജനങ്ങൾ തീരുമാനിക്കുക അയാൾ വേണോ, അയാളെ നിർത്തണോ വേണ്ടേ എന്നുള്ളത്. പിന്നെ കോൺഗ്രസിൻ്റെ MLA മാർ നിരന്തരം പറയുന്നുണ്ട് വയനാട്ട് പൈസ കൊടുത്ത് പിരിച്ച പൈസയും കൊണ്ടുപോയി. അതൊക്കെ നല്ല പ്രതിനിധിയാണോ എന്ന് ജനം ചിന്തിക്കും. ഞാനായിട്ട് പറയുന്നില്ല, അവർക്ക് തന്നെ മനസ്സിലാവും എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ. ജനങ്ങൾക്ക് ഇനി 3-4 മാസമല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വിലയിരുത്തും.